ഹായ് ഫ്രണ്ട്സ്, ഞാൻ വൈശ. ഇന്നത്തെ വീഡിയോ എനിക്കിപ്പോൾ ഒരു പാർസൽ വന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ പാർസൽ. വേറെ നല്ലൊരു മൊബൈലാണ്. അപ്പോൾ ഒരാൾ നമുക്ക് ഇതിപ്പം കർണാടകയിൽ നിന്ന് അയച്ചത്, ഹുബ്ലി പറഞ്ഞ സ്ഥലത്ത് നിന്ന് അയച്ചതാണ്. അപ്പം നേരെയാക്കാനാണ്. അപ്പോൾ നമുക്കിത് നേരെയാക്കിയിട്ട് തിരികെ അയക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരനെ വേഗം തന്നെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നേരെ വീഡിയോ പോകാം. ഇപ്പോൾ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ഇപ്പോൾ എനിക്കിത് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇപ്പം വാങ്ങി വന്നതേ ഉള്ളൂ. എൻ്റെ ഏറ്റവും അടുത്തുള്ളത് വെച്ചാൽ പയ്യന്നൂരിൽ പ്രൊഫഷണൽ കൊറിയറാണ്. ഓക്കെ, ഇതാണ് എൻ്റെ പാക്കേജ്. ഇത് പിസ്സേൻ്റെ ഒരു ബോക്സിലൊക്കെയാണ്. ഓക്കെ, സെറോട്ടാ പോട്ടെ. എനിക്ക് ഒരു സംഭവം ഉണ്ട് പഠിക്കാൻ അല്ല. ഓക്കെ, കിട്ടി. വീണ്ടും കൊണ്ട് നോക്കാം. ആക്സസറീസ് ഈ കളേഴ്സ് ഉണ്ട്. ഇത് തുടക്കാനാണോ എന്താ അറിയില്ല. സെക്കൻഡ് നമുക്ക് നോക്കാം. അപ്പം ഇത് ചുഴിഞ്ഞ് കിട്ടും വെച്ചിട്ട് ഹെൽപ്പ് എന്ന് ആദ്യത്തെ നമ്മൾ മെസ്സേജ്. അപ്പോൾ ഇതെന്തോ നേരെയാക്കാനാണ്. ഹായ് സർ, ഐ ഹാവ് സാംസങ് ഡിസംബർ ഫോൺ ലൈറ്റ് ഡിസ്പ്ലേ എന്താ ബട്ട് ഫോൺ ലൈറ്റ്, അത് ഫോൺ നോ ലൈറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൈറ്റ് ഇല്ല, ഡിസ്പ്ലേ ഫുള്ളി നോ ലൈറ്റ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഈസി ആയിരിക്കാനാണ് ചാൻസ്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ഈസ് ദ ഇഷ്യൂ ഓഫ് ദ മൊബൈൽ, പ്ലീസ് റിപ്പയർ ആൻഡ് സെൻഡ് ഫോൺ നമ്പർ ഗിവ് ഇൻ ദ ബോക്സ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു താങ്ക്സും അവരൊരു ഉപ്പും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ നമ്മുടെ പാക്കേജ്. അപ്പം വളരെ സേഫ് അല്ലാണ്ടാണ് ഒരു പാക്കേജെല്ലാം അയച്ചേക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ വേഗം നമുക്ക് സാധനം കിട്ടും കേട്ടോ. ഓക്കെ, ഇത് പവർ ഓൺ ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ട് വരാം. സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓണാക്കി നോക്കാം. ഓക്കെ, വൈബ്രേറ്റ് ആയിട്ടുണ്ട് ഫോൺ. നമുക്കിവിടെ നോക്കാം ലൈറ്റ് വരുന്നുണ്ടോ. ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട് തോന്നുന്നു, അറിയില്ല. എന്താ നമ്മുടെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഡിസ്പ്ലേയിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് നേരേക്ക് ഇരുന്ന് കൊടുക്കണ്ടേ. എന്നാൽ മാത്രമല്ല നമ്മൾ യൂട്യൂബ് ചാനൽ ഇനി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെയാക്കാനായിട്ട് ആദ്യം നമ്മളെ ഫോണിൽ നമുക്ക് ബെൻഡായിട്ടുണ്ട് നോക്കണത്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് പതിയെ നമ്മൾ ഡിസ്പ്ലേ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇവിടെ സാധാരണ ഒരു ലോക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ലോക്ക് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തപ്പോൾ അതൊക്കെ ഊരിയാൽ മതി. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേ ഇങ്ങനെ നമ്മൾ ഊരി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതാ നമ്മളെ ഡിവൈസിൻ്റെ ഇത് സിംബോട്ടാണ്. അത് ഇത് സിംബോട്ടൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര വൈബ്രേറ്റിംഗ് ആട്ടോ. ഓക്കെ, കുറച്ച് ഉപയോഗിക്കാത്തതിൻ്റെ ഒരു ഇതാണെന്നാണ് തോന്നുന്നു. പതുക്കെ ബാറ്ററി ജസ്റ്റ് ഒന്ന് ഊരിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, നമ്മളിതാ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഹോളുണ്ടായി, അതിലേക്ക് കൂടെ നമ്മളെ ബാറ്ററി നമുക്ക് കിട്ടി. സാധാരണ നമുക്ക് ഇവിടെയെല്ലാം സ്ക്രൂസുകൾ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ഹോൾസുകളുണ്ടാവും. അപ്പോൾ ഇത് അതെല്ലാം ഊരിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ശരിയാണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഏതോ ഒരു മെക്കാനിക്ക് നേരെയാക്കിയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവാണ്ട് നമുക്ക് അയച്ചു. ഇത്രയില്ല, നമുക്ക് നേരാക്കാനാവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടി അയച്ചത്. അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു സംഭവമേ ഉള്ളൂ. ഈ ഒരു IC കണ്ടോ, ഇതാണ് നമ്മുടെ ലൈറ്റ് IC എന്ന് പറഞ്ഞ സംഭവം. ഈ ഒരു ബ്ലാക്ക് ഇത് അതിൻ്റെ സംഭവങ്ങൾ തന്നെയാണ് ഇവരുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലൈറ്റ് IC ഉണ്ടല്ലോ, ഈ ലൈറ്റ് IC ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സംശയം എങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായി കണ്ട ശേഷം മാത്രമേ ചെയ്തുള്ളൂ. വേറൊന്നുമല്ല, നമ്മുടെ അതിന് ഹീറ്റിംഗ് മെഷീൻ നമുക്ക് കടയിൽ പോയാലോ അല്ലെങ്കിൽ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നമുക്ക് കിട്ടും. അത് ഏകദേശം 1200 രൂപ വരുന്ന ഹീറ്റിംഗ് മെഷീൻ വെച്ച് ജസ്റ്റ് ഒന്ന് ഇത് ഹീറ്റ് ചെയ്യണം. ഒന്നാമതായി പണി ഈ ICകൾ മൊത്തം ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് വരാം നമുക്ക്. ഓക്കെ, അപ്പം വേറൊന്നും വേണ്ട, വെറും ഹീറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ വീഡിയോ ലോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഹീറ്റ് ചെയ്യുന്നത് കാണിക്കാത്ത. സിമ്പിളാണ്, പക്ഷെ നമ്മൾ കൈ കൊണ്ടുവച്ചാൽ നമ്മളെ കൈയും ചൂടായി പോവും. ഓക്കെ, ഇപ്പോൾ ഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഹീറ്റിംഗ് സക്സസ് ആയിട്ടുണ്ട് തോന്നുന്നു, അത്രേ പറയാൻ പറ്റൂ. നമുക്ക് ജസ്റ്റ് ഹീറ്റായിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ICൻ്റെ മേലെ ചെറുതായിട്ടൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഓക്കെ,
ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം ബാറ്ററി, നേരത്തെ സാംസങ്ങിൻ്റെ അതേ ബാറ്ററി തന്നെ എടുത്ത് നമുക്ക് ഇതേ കിട്ടും നോക്കാം. ഈ സൈഡ് നമുക്ക് ഇതിൻ്റെ IMI കോഡറിലുണ്ട്. ഓക്കെ, ബാക്ക് പാനൽ. ഓക്കെ, ബാക്ക് പാനലിൻ്റെ ബാക്കി ഭാഗം ഇവിടെ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഊരിയെടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം അടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ ഡിവൈസ് ഓണാക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ല, ചെറുതായിട്ടില്ല, ഇല്ല കേട്ടോ, ലൈറ്റ് ഇല്ല. നമ്മൾ ജസ്റ്റ് വൈബ്രേറ്റ് ആയിട്ടും ലൈറ്റ് വരുന്നില്ല കണ്ട നമ്മൾ പിന്നെ വീണ്ടും വെറുതെ നമ്മൾ കളിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ബാറ്ററി അതേപടി നൈസായിട്ട് റിമൂവ് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ഒരു IC ഉണ്ട്, നമുക്ക് ഹീറ്റാക്കിയ IC, അപ്പോൾ ആ ഹീറ്റിൻ്റെ പൊടി ചിലപ്പോൾ ഉണ്ടാവും, ഹീറ്റാക്കി എടുത്ത് അതിൻ്റെ തുരുമ്പ് പോലത്തെ. അപ്പോൾ അത് ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്കൊന്ന് വരച്ച് കളയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഉള്ള നമ്മൾ പണ്ടത്തെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് വരച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. IC ഒന്ന് പൊരിഞ്ഞു പോകാൻ നോക്കണം. പഴയ ഡിവൈസെല്ലാം വെച്ചാൽ IC ഇപ്പം പഴക്കം കൊണ്ട് പൊരിഞ്ഞു പോയി വരാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് വീണ്ടും വരാം. ഫ്രണ്ട്സ്, ഫൈനലി നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കൃത്യമായി, അതായത് ഒരു തകരാറും വരാത്ത രീതിയിൽ ഫിറ്റാക്കിയിട്ട് നമുക്ക് ഫൈനലി നമ്മൾ ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ട ചടങ്ങാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്താൽ നമ്മൾക്ക് നേരെയായി നമ്മളെ പണി ഫൈനലി ഓക്കെ. ഫ്രണ്ട്സ്, പൊളി, ഫോൺ അങ്ങനെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫോൺ ജസ്റ്റ് ഒന്ന് ഓൺ ആയാലൊന്ന് കാണിച്ച് തരാം. ഓക്കെ, സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഫോണിൻ്റെ ജസ്റ്റ് ഒന്ന് അയച്ച് നമ്മൾ റിപ്പയർ ചെയ്തിട്ട് ഒരു 1 day തന്നെ തിരികെ അയച്ചു തരും. പക്ഷേ ഇതിൻ്റെ മണിയെല്ലാം ഗൂഗിൾ പേ നമ്മൾ ചെയ്ത് തരുമോ വേണ്ടത് കേട്ടോ. ഫോണെല്ലാം ഓപ്പണായി. ടച്ചെല്ലാം ജസ്റ്റ് ഒന്ന് വർക്കാവുമ്പോൾ നമുക്ക് ചെക്കാക്കാം. ഓക്കെ, ടച്ചെല്ലാം നല്ല നൈസ് വർക്കിംഗ്, എന്ത് ഒരു പ്രോബ്ലംസും ഇല്ല. ഡിസ്പ്ലേ പൊട്ടിയാണ് കേട്ടോ, ഗോസ്റ്റ് ഡിസ്പ്ലേ ആണ് തോന്നുന്നു. ഏതായാലും ഓക്കെ, എന്തായാലും നമ്മളോട് പറഞ്ഞ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാസ്വേഡ് നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും, എനിക്ക് എവിടുന്ന് ഇതിൻ്റെ പാസ്വേഡ് കിട്ടി, ഇവൻ്റെ ഫോണൊന്നും നല്ലല്ലോ ഡൗട്ട് ഉണ്ടാവും. ഇതിൻ്റെ പാസ്വേഡ് എനിക്ക് എവിടുന്ന് കിട്ടി ചോദിച്ചാൽ, ഈ നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൻ്റെ ബാക്കിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബ്ലാക്ക് ഇത് വന്നിട്ടുണ്ട്, ഗ്ലൂ അകത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസാണ്. ജസ്റ്റ് ഇതെല്ലാം എടുത്ത് വേണം ചെക്കാക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ഓക്കെ, ക്യാമറയെല്ലാം നൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുന്ന കാണിച്ചു തരാം. നമ്മൾ എന്തായാലും ഇത് സംഭവം വർക്കിംഗ് ആയി, അത്രേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് ഫോൺ ഏതായാലും വർക്കിംഗ് ആയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ എപ്പം പവർ ഓഫ് ചെയ്ത് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നതായാലും ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് നമ്മൾ പവർ ഓഫ് ചെയ്ത് ഫോൺ സെൻഡ് ആക്കിക്കോളൂ. ഓക്കെ, നമ്മുടെ പവർ ഓഫിങ് കംപ്ലീറ്റ് ചെയ്യാറായി. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. പിന്നെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ വിത്ത്. ഓക്കെ, ബൈ.